നമ്മുടെ തിയറം എന്ന് പറയുന്നത് ബോർ-മോളറപ്പ് തിയറമാണ്. ലെറ്റ് സ്മോൾ ഓഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ 0 ഇൻഫിനിറ്റി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് എഫ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഫംഗ്ഷനാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 ഇൻഫിനിറ്റിയിലാണ്. സപ്പോസ് ദാറ്റ് എഫ് ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എഫിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ്. ആൻഡ് ദെൻ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഗാമ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എക്സ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ഗാമ ഫംഗ്ഷൻ്റെയും അതുപോലെ തന്നെ ഫംഗ്ഷണൽ ഇക്വേഷനും നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം അത് എല്ലാവരും കണ്ടിട്ട് വേണം ബോർ-മോളറപ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഫിന് ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്. എഫിന് ബിയും സിയും എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഉള്ള എഫ് ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് എക്സ് ആവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ബി ആൻഡ് സി. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എന്നിനെ നമുക്ക് എക്സ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എൻ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഗാമ ഫംഗ്ഷൻ്റെ വെച്ചിട്ടാണ് നമ്മളത് എഴുതിയേക്കുന്നത്. അതേണ്ടേ ഗാമ ഓഫ് സെഡ് പ്ലസ് എൻ ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു എക്സെട്ര സെഡ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഗാമ ഓഫ് സെഡ് എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഇവിടെ എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് എന്നിനെ നമുക്ക് എക്സ് പ്ലസ് എൻ മൈനസ് 1 എക്സ് പ്ലസ് 1 എക്സെട്ര എക്സ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് അതുതന്നെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട് ഫോർ ഓൾ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് n. So if f of x is equal to gamma of x ആണെങ്കിൽ this equation will give that f and gamma are everywhere identical. എഫും ഗാമയും എല്ലായിടവും ഈക്വൽ ആണെന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗാമ ഓഫ് എക്സ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ അങ്ങനെ പറയാൻ പറ്റും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലെറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിൻ്റെ വാല്യൂ മാക്സിമം 1 വരെ പോകാവുള്ളൂ. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആവില്ല, 0യേക്കാൾ കൂടുതൽ. ലെറ്റ് എൻ ബി ആൻ ഇൻറ്റീജർ ലാർജർ ദാൻ 2. എന്താണ്? 2വിനേക്കാൾ കൂടിയൊരു ഇൻറ്റീജറാണ് എൻ എന്ന് പറയുന്നത്. നമ്മുടെ എഫിൻ്റെ ഇവിടെ ഒരു പ്രോപ്പർട്ടി പറയുന്നുണ്ട്, ലോഗ് എഫ് ഓഫ് എക്സ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന്. അപ്പം അത് ബൈ എ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ലോഗ് എഫ് ഓഫ് എക്സ് ഈസ് കോൺവെക്സ്. അപ്പം നമ്മൾ കുറച്ച് ഒരു ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇൻ്റർവെൽ നമ്മളിത് ഇങ്ങനെ ഇതിനെ ചൂസ് ചെയ്യുകയാണ്. n-1 ലെസ് ദാൻ എൻ ലെസ് ദാൻ എൻ പ്ലസ് എക്സ് ആൻഡ് എൻ ലെസ് ദാൻ എൻ പ്ലസ് എക്സ് ലെസ് ദാൻ എൻ പ്ലസ് 1. ഓക്കെ, ഇതിനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനേതാ ഈ ലോഗ് എഫ് ഓഫ് എൻ മൈനസ് 1 മൈനസ് ലോഗ് എഫ് ഓഫ് എൻ ഡിവൈഡഡ് ബൈ n-1 മൈനസ് എൻ. കോൺവെക്സിൻ്റെ ഇത് നമ്മുടെ മെഷറിനകത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നത്. അതുപോലെ ഇതാ നോക്കിക്കേ, ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് എൻ മൈനസ് ലോഗ് എഫ് ഓഫ് എൻ ബൈ എക്സ് പ്ലസ് എൻ മൈനസ് എൻ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എഫ് ഓഫ് എൻ പ്ലസ് 1 മൈനസ് ലോഗ് എഫ് ഓഫ് എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 മൈനസ് എൻ. അപ്പം നമുക്കതിനെ അങ്ങനെ കോൺവെക്സ് ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ എഴുതാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ബൈ 1 വി ഹാവ് എഫ് ഓഫ് എം. അതായത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ, അതെ എഫ് ഓഫ് എക്സ് പ്ലസ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സെട്ര എക്സ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എഫ് ഓഫ് എമ്മിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കിക്കേ. എഫ് ഓഫ് എമ്മിനെ നമുക്ക് എന്താണ് എഫ് ഓഫ് 1 പ്ലസ് എം മൈനസ് 1 എന്ന് എഴുതാമല്ലോ. 1 ക്യാൻസലായിട്ട് എഫ് ഓഫ് എം തന്നെ വരും. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഇതിന് നമുക്ക് എഫ് ഓഫ് 1 പ്ലസ് എം എഫ് ഓഫ് എക്സ് പ്ലസ് എൻ എന്ന ഫോമിൽ കിടക്കുമല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1 വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിതിനെ m-1 ഫാക്ടോറിയൽ എന്ന് കിട്ടില്ലേ. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇത് 1 2 എക്സെട്ര അപ് ടു m-1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു m-1 ഫാക്ടോറിയൽ ഫോർ ഓൾ ഇൻറ്റീജേഴ്സ് m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആ ഇന്നിക്വാലിറ്റി എവിടെ വരെയാ എടുത്ത് വെച്ചേക്കുന്നത് നോക്കിക്കേ. ഇന്നിക്വാലിറ്റി നമ്മളെടുത്ത് ഇത് കോൺവെക്സ് ആണെന്നുള്ളത് വെച്ചിട്ട് നമ്മളിതിനെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇക്വേഷനിലോട്ടപ്പം നമുക്ക് എഫ് ഓഫ് എമ്മിനെ m-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് n-1നെ n-2 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റത്തില്ലേ. അതുപോലെ എഫ് ഓഫ് എന്നിനെ n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. അതുപോലെ ഇവിടെ ഓരോന്നിനും നമുക്കങ്ങനെ ഒന്ന് കുറച്ച് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ലോഗ് n-2 ഫാക്ടോറിയൽ മൈനസ് ലോഗ് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ -1. കാര്യം
എന്താണ് ഇവിടുത്തെ ഡിനോമിനേറ്ററിലുള്ള n-1 -1 എന്നും എന്നും കൂടെ ക്യാൻസലായിട്ട് -1 വരും. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് n മൈനസ് ലോഗ് എഫ് ഓഫ് n ആയിരുന്നു. എഫ് ഓഫ് എന്നിനെ നമുക്ക് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ്. അതുപോലെ ലോഗ് n ഫാക്ടോറിയൽ മൈനസ് n ഫാക്ടോറിയൽ ആവുന്ന എങ്ങനെയാണ്? ഇവിടെ ലോഗ് എഫ് ഓഫ് n+1 ആണ്. എഫ് ഓഫ് n+1നെ നമുക്ക് n ഫാക്ടോറിയൽ എഴുതാം, ഒന്ന് കുറച്ച്. അതുപോലെ ഇത് എഫ് ഓഫ് n ആണ്, ഇതപ്പോൾ n-1 ഫാക്ടോറിയൽ ആവും. ഇവിടെ ഈ എന്നും ഈ എന്നും ക്യാൻസലായിട്ട് ബാക്കി ഡിനോമിനേറ്ററിൽ 1. അതാണ് ഇവിടെ ലോഗ് n ഫാക്ടോറിയൽ മൈനസ് ലോഗ് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞേക്കുന്നത്.